ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇതാ ചേട്ടൻ്റെ പാപ്പൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള നല്ല വയലും പാടവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അതാ ഞങ്ങളെ പാപ്പൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാപ്പൻ ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം എന്താ പറയുക, ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് വഴിയൊന്ന് മാറിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാപ്പൻ അവിടെ ഒരു വഴിയിൽ വന്ന് നിന്ന് നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അങ്ങനെ അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പാപ്പൻ്റെ വയലൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാപ്പൻ പറഞ്ഞു, വാ നമുക്ക് വയലിലൊക്കെ പോവാം. അപ്പോൾ മോളൊക്കെ എപ്പോൾ അവിടെ വരികയാണെങ്കിലും അവിടെ വയലിൽ പോയി കളിക്കും കേട്ടോ. വെള്ളത്തിൽ നീന്തൽ, അവിടെ ഒരു തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളും അവിടുത്തെ കുട്ടികളൊക്കെ കൂടെ ഒരു തോട്ടിലേക്ക് പോയി. പിന്നെ പാപ്പനും ചേട്ടനൊക്കെ വയൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പാപ്പൻ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൃഷിയെക്കുറിച്ചും പിന്നെ വാഴത്തോട്ടം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ പാപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടുന്ന് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായില്ല. ചേട്ടനോട് ഞാൻ പറഞ്ഞു പോകും വീഡിയോ എടുക്കണേന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പായിട്ട് നല്ല മഴയല്ലേ, ആ മഴയത്ത് നല്ല രസമല്ലേ. പക്ഷേ എന്താ പറയുക, വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീണ് പോയി കഴിഞ്ഞാൽ വലിയ പണിയാവും ചെയ്യും. അപ്പോൾ വാഴത്തോട്ടത്തിലൊക്കെ നോക്കിയിട്ട് പാപ്പൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടക്കൃഷി അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല ചീരയൊക്കെ അതിൻ്റെ ഇടയിൽ ചീരകൃഷിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അവരെപ്പോഴും നല്ല നാടൻ പച്ചക്കറികളും പിന്നെ നെൽകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ പാപ്പനും കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മോളും മറ്റേ കുട്ടികളൊക്കെ പിന്നെ അവരുടെ മക്കളും ഒക്കെ കൂടെ ആയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് 2 ദിവസമായി എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങൾ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പിന്നെ പോയിട്ടോ. അപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ ഏട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴാട്ടോ വഴിയിൽ വെച്ച് കണ്ടത്. പിടിക്കേണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മ കേട്ടോ. അപ്പോൾ വല്യമ്മേനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. വല്യമ്മയ്ക്ക് സുഖമില്ലാതെയൊക്കെ കുറേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ വല്യമ്മേനെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മയ്ക്ക് കുറേ പ്രായമായി. അപ്പം ഏട്ടനോട് ഓരോന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഏട്ടൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ ഉണ്ട് നായ്ക്കുട്ടി കേട്ടോ. അപ്പോൾ അതിനെ കുറേ നേരം നമ്മളിങ്ങനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, ചെറിയൊരു പപ്പിക്കുട്ടി കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ വല്യമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞാൽ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോന്നു കേട്ടോ. പോന്നപ്പോഴാണ് മോക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു അവല് കാര്യങ്ങൾ പുളിയൊക്കെ കൊണ്ടുവരുന്ന ഒരാൾ കേട്ടോ. അങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് നിന്ന് അവലും, സാധാരണ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കുടംപുളി അവല് പിന്നെന്താ പറയുക നല്ല പുളിയില്ലേ, പാലക്കാടൻ അവിൽ എന്നൊക്കെ കേട്ടോ പറയണ, മട്ട അവിയൽ എന്നൊക്കെ അവൽ എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് പോയി അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ. ഞാൻ തിരിച്ച് ഡൽഹി പോകുമ്പോൾ ഇയാളുടെ അടുത്ത് നിന്ന് ആ പുളിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ്. അങ്ങനെ ഞാൻ അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ അതിന് കൊടുത്തൊരു സാധനം കണ്ടു കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കണ്ട് പുളിയച്ചാർ എന്ന് പറയും. എല്ലാവർക്കും അത് ഇഷ്ടമുള്ളൊരു, എൻ്റെയൊക്കെ ഒരു സമയത്ത് പഠിച്ചപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ആ മുഴുവൻ പാക്കറ്റ് ഇങ്ങ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മുഴുവൻ പാക്കറ്റും വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ആ സംഭവം. ഇത് കഴിക്കാത്തവർ എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോഴും അതുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഈ സംഭവം കിട്ടിയത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അതിന് 2 എണ്ണം കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് നല്ല മോരുകറി ആയിരുന്നു കേട്ടോ. മോരുകറിയും ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ചക്കപ്പേരിയും ഒക്കെ ഉണ്ടല്ലോ. ചക്കയുടെ സീസൺ ആകുമ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയൊരു ലഞ്ചായിരുന്നു. മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ കുഞ്ഞു വീഡിയോ കേട്ടോ.